ഹലോ. വെസ്റ്റ് ബംഗാളിലും ബീഹാറിലൊക്കെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് സാധാരണക്കാർ പോകുന്നത്. അപ്പോൾ അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാർപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ. ഇനി അതിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതിൽ വിഷമുള്ളതും വിഷമില്ലാത്തതും ഉണ്ട്. രണ്ട് തരം അതിഥിയായി ഇപ്പം മലയാളികൾക്കുള്ളത്. അതിലൊന്ന് പാമ്പാണ്, രണ്ടാമത്തേത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവിടുത്തെ ജീവിത സാഹചര്യമൊക്കെ മോശമായിട്ടാണുള്ളത്. മൊത്തം പ്രശ്നമാണ്. ഈ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. ഈ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ അതിഥികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ജാഗ്രത എല്ലാവരും പുലർത്തിയാൽ നല്ലതാണ്. അധികം അടുപ്പിക്കാതിരിക്കുക. ദയവേത് നിങ്ങൾ ജോലിക്ക് ആളെടുക്കുമ്പോൾ ബാക്കിയുള്ള മലയാളികളുടെ ജീവിതം കൂടി ഒന്ന് പരിഗണിച്ചിട്ട് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളത് നിങ്ങൾ സ്വയം, അതിനു വേണ്ടി ഒരു പ്രത്യേക നിയമം പരിപാടിയൊന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പണിക്കെടുക്കുന്ന നമ്മളല്ലേ, പണി കൊടുക്കുന്ന വീട്ടുകാരൊക്കെ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിയിട്ട് മാക്സിമം ഇവരെ അങ്ങോട്ട് അടുപ്പിക്കാതിരുന്നാൽ അതായിരിക്കും കേരളത്തിന് നല്ലത്. അല്ലെങ്കിൽ അതിഥി എന്ന് പറഞ്ഞ് പലരും പാമ്പിനെ എടുത്ത് പോറ്റി മുട്ടയിട്ട് വിരിയിച്ച് വിഷപ്പാമ്പുകളെ കൂടുതലായി പ്രൊഡക്റ്റ് ചെയ്ത് പ്രകൃതിക്ക് വേണ്ടി എന്ന് പറയുന്നത്. പ്രകൃതിയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. പ്രകൃതിക്ക് വിടലാണ്. അല്ലാണ്ട് പ്രകൃതിയെ മനുഷ്യൻ കയ്യിലോട്ടെടുത്തിട്ട് അതിനെ പോറ്റി വളർത്തി മുട്ടയിട്ട് വിരിയിച്ച് പുറത്തെടുക്കുന്നതിന് പ്രകൃതി എന്ന് പറയാൻ പറ്റില്ല. അത് മനുഷ്യന്റെ കൈകടത്തലാണ് പ്രകൃതിയിൽ. അതും റോങ് ആണ്. രണ്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ അതിഥികളെ കൊണ്ട് വീട്ടുകാർ മരിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കിയെടുക്കുക. താങ്ക് യു.